ലെസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ മത്സ്യ ഫിഷറീസിൽ കൊണ്ടുവന്നിട്ടുള്ള മത്തി വെച്ചിട്ട് നമ്മൾ ഒരു കിടിലൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാം. അപ്പൊ സാധാരണ ഈ മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്ക് കറി വെച്ച് കഴിക്കാൻ ഇഷ്ടം, എന്നാൽ കൂടുതൽ പേർക്കും എപ്പോഴും ഫ്രൈ ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മത്തി കഴിക്കുമ്പോഴുള്ള ആ ഒരു അതിന്റെ ഉദ്ദേശം മുഴുവൻ നടക്കില്ല. അതിന്റെ ആ ഒരു വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാം എണ്ണയിൽ പൊരിച്ചു വരുമ്പോ അത് നഷ്ടപ്പെടുകയാണ് പതിവ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു തുള്ളി എണ്ണയില്ലാണ്ട് എങ്ങനെ മത്തി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം, നല്ലതാണ്, ഹെൽത്തിയാണ്. അപ്പൊ മത്സ്യ ഫിഷറീസ് പറഞ്ഞ നമ്മുടെ തൃശ്ശൂരിലെ സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നുമില്ല. അപ്പൊ അവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോ നമ്മുടെ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ മത്തി ഇവിടെ ക്ലീൻ ചെയ്തത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്ലിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി സ്ലിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു കിലോ ആണ്. ഇതിലേക്ക് നമുക്ക് ഒരു ഹാഫ് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു വയ്ക്കാം. ഈ രീതിയിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഇതില് ഇനി മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ നല്ല മുളക് പൊടി, ആവശ്യത്തിന് സോൾട്ട്. ഇനിയിപ്പോ ഇതില് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ അതിനെക്കാട്ടും കൂടുതൽ, ഈ റെസിപ്പിയെക്കാട്ടും കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എണ്ണയില്ലാണ്ട് വറക്കും എന്നുള്ള ആ ഒരു മെത്തേഡാണ് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ സമയം വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ തിരുമ്പി വെച്ചിട്ടുള്ള കാരണം പെട്ടെന്ന് തന്നെ ഇത് നല്ലതായിട്ട് ഉപ്പുമുളകൊക്കെ പിടിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഫിഷ് പൊള്ളിക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഒരു സാധാരണ ഒരു പാനാണ് എടുക്കാറ്. അപ്പൊ അതിങ്ങനെ കോട്ടിംഗ് ഒക്കെ ചെറുതായിട്ട് പോയിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഒരു പാൻ എടുത്താലും മതി, ഇല്ലെങ്കിൽ നല്ല പാൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതില് നമ്മള് നല്ല വൃത്തിയാക്കി കഴുകിയിട്ടുള്ള ഒരു വാഴല വെച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഫിഷ് നിരത്തി അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ആദ്യം ഇത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് ചൂടായി വരണ വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. അപ്പൊ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നന്നായിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിടാം. അപ്പൊ നമ്മൾ സാധാരണ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതൽ ടൈം നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാണും. ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ ചൂടായി വരുമ്പോ ഈ മത്തിയിൽ നിന്നുള്ള നെയ്യ് ഇങ്ങനെ പതുക്കെ റിലീസ് ആയി തുടങ്ങും. അപ്പൊ അതിലാണ് കിടന്ന് ഫ്രൈ ആവുന്നത് കേട്ടോ. അപ്പൊ നമ്മള് മറിച്ചിട്ടു. അപ്പൊ അതിന് പ്രത്യേക സമയമൊന്നുമില്ല. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്യാം. ആ ഒരു ടൈം ഒരു സൈഡ് ഒന്ന് വറുത്ത് ഇതുപോലെ ആവുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ തിരിച്ചിടാം. ഇതേപോലെ തന്നെ ഈ സൈഡും ഇത്ര ടൈം എടുക്കില്ല. നേരത്തെ എടുത്താൽ അത്ര ടൈം എടുക്കില്ല, കുറച്ചുകൂടി കുറവ് ടൈം എടുക്കുള്ളൂ. അപ്പൊ അതുകൂടി നോക്കി നിങ്ങൾ എടുക്കാം കേട്ടോ.